ശ്യാം ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മറ്റുള്ള വ്യക്തികളുമൊക്കെ ആയിട്ട് അവിടെ ജോലി ചെയ്യുന്ന മറ്റുള്ള ആളുകളുമൊക്കെ ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു. പെട്ടെന്ന് തന്നെ ശ്യാമിന് ഒരു ചിന്ത വരികയാണ്. അതായത് ശ്യാമിന് വന്ന ചിന്ത എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ജോലികളിൽ ഞാൻ എക്സ്പേർട്ട് അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്രോഡ് ആക്ടിവിറ്റീസ് ആണ്, ഈ ഫ്രോഡ് ആക്ടിവിറ്റീസ് എപ്പോ വേണമെങ്കിലും കണ്ടുപിടിക്കപ്പെടാം, അതുവഴി എന്റെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കുകയും ഞാൻ ഇവിടെ ജോലി ചെയ്യേണ്ട വ്യക്തി അല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള ചിന്തകൾ വന്നിട്ട് ശ്യാം അസ്വസ്ഥനാവുകയാണ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റഡ് തോട്ട്സ് ആണ്, റിയാലിറ്റി അല്ല, പക്ഷെ ക്രിയേറ്റഡ് തോട്ട്സ് ആണ്. പക്ഷെ ഈ തോട്ട്സ് ശ്യാമിനെ ഹോണ്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ ശ്യാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്? ശ്യാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ പേരാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം ആളുകൾക്ക് ഉണ്ടാവുന്നത്? ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉണ്ടാകുന്ന ആളുകൾക്ക് ഒരു ഹൈ സെൻസ് ഓഫ് പെർഫെക്ഷനിസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പെർഫെക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ വളരെ ഓർഡറിൽ പെർഫെക്റ്റ് ആയിട്ട് കാണണം എന്നുള്ള ഒരു അധമമായ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ശാഠ്യം എന്ന് തന്നെ നമുക്ക് പറയാം. അത് നടന്നില്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുകയും അതിനുവേണ്ടി അവർ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ആയതുകൊണ്ട് പലപ്പോഴും നമ്മൾ സാധാരണ വ്യക്തികൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ അവിടെ ഇവർ ഫെയിൽ ആവുകയും ആ ഫെയിൽ ഇവർ ഡിസ്ട്രെസ്സിലേക്കും വേറെ ആൻസൈറ്റിയിലേക്കും സ്ട്രെസ്സിലേക്കും ഒക്കെ നയിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പിന്നീട് വരുന്ന ഇമ്പോസ്റ്റർ സിൻഡ്രോമിന്റെ മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് സൂപ്പർ ഹീറോ സിംറ്റം ആണ്. ഈ സൂപ്പർ ഹീറോ സിംറ്റം എന്ന് പറയുന്നത് ഇവർ കുറെ അധികം ഹാർഡ് വർക്ക് ചെയ്യും. ഇവരെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് ഇവര്. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് രാവും പകലും മറന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നത് വഴിയായിട്ട് ഇവരുടെ ശരീരവും ഇവരുടെ മനസ്സും തളരുന്നതായിട്ട് ഇവർ മറന്നു പോവുകയും ഒരു ബേൺ ഔട്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർ വരികയും ചെയ്യുന്നു. ബോഡിയും മൈൻഡും ഫുള്ളി ടയർഡ് ആവുന്ന ഒരു അവസ്ഥയാണ് ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ഈ ബേൺ ഔട്ട് എന്നൊരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് റഗ്ഡ് ഇൻഡിവിജ്വാലിറ്റി എന്നാണ്. റഗ്ഡ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ സോളോ ആയിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർക്കാൻ ആകും എന്നുള്ള ഒരു സ്ട്രോങ് ബിലീഫ് സിസ്റ്റം ഇവർ വളർത്തിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോടും ഹെൽപ്പ് ചെയ്യാനോ ഒട്ടും ഫ്ലെക്സിബിൾ ആവാനോ ഇവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു സിംറ്റം, ഇമ്പോസ്റ്റർ സിംറ്റത്തിന്റെ സിൻഡ്രോം എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇവർക്ക് ഒരു അച്ചീവ്മെന്റ് ഫോബിയ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ അപ്രീസിയേഷനെ വിലമതിക്കുവാനോ ഈ അപ്രീസിയേഷൻ വഴി എനിക്ക് വീണ്ടും വീണ്ടും പണി കിട്ടും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ജോലി കിട്ടും എന്നുള്ള തുടർച്ചയായിട്ടുള്ള ചിന്ത ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പിന്നീട് വരുന്ന വേറൊരു പ്രശ്നം, ഇവർക്ക് വരുന്ന വേറെ പ്രശ്നം എന്ന് പറയുന്നത് ഇവര് തോൽവിയെ ഭയപ്പെടുന്ന ആളുകളാണ്. അതായത് ഫിയർ ഓഫ് ഫെയിലിയർ. അതായത് ചെറിയ ഒരു കാര്യത്തിൽ പോലും ഒരു തോൽവിയെ പോലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. അതായത് ഭയങ്കരമായിട്ട് അവരുടെ ലൈഫിനെ ബാധിക്കും, പ്രൊഫഷനെ ബാധിക്കും എന്നുള്ള ഒരു ശാഠ്യം പിടിച്ചിട്ടുള്ള ഒരു ചിന്ത ഇവരെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് എന്ന് പറയുന്നത് ഈ എക്സ്പേർട്ടിസം എന്നുള്ളതാണ്. അതായത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലല്ല ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ഡീപ്പ് സ്റ്റഡി വേണ്ടിയില്ലാത്തത് തന്നെ ഇവർ വീണ്ടും അതിനെക്കുറിച്ച് ഡീപ്പ് സ്റ്റഡി നടത്തിക്കൊണ്ട് കുറെ ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് ഇവർ കളക്ട് ചെയ്ത് ചിലപ്പോൾ ആ വർക്ക് തന്നെ ഇവർ മറന്നു പോകാനായിട്ടുള്ള ഒരു സാധ്യത കൂടി ഇതിൽ കാണുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ചില സിംറ്റംസിന്റെ ഒരു കളക്ഷനെ നമുക്ക് ഇതിൽ ഇമ്പോസ്റ്റർ സിൻഡ്രോമിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ പെർഫോമൻസിനെ ബാധിക്കുകയും ഇവർ പെർഫോമൻസിൽ നിന്ന് വിഡ്രോ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് കാണാം. ഇപ്പോ അവർക്കൊരു വിജയം ലഭിച്ചാൽ തന്നെ അത് എന്റെ ഒരു ലക്ക് കൊണ്ടാണ് എനിക്ക് ലഭിച്ചത് എന്നുള്ള ചിന്ത കൊണ്ടും, മറിച്ച് എന്റെ നോളജ് കൊണ്ടോ എന്റെ എക്സ്പെർട്ടൈസ് കൊണ്ടോ അല്ല എന്തോ ഒരു ലക്ക് വഴിയാണ് ലഭിച്ചത് എന്നുള്ള ഒരു ചിന്തയും ഇവർക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ചില സിംറ്റംസ് ആണ്, ഇമ്പോസ്റ്റർ സിൻഡ്രോം. എന്തുകൊണ്ടാണ് ആളുകൾ ഈ വിധത്തിലുള്ള ഇമ്പോസ്റ്റർ സിൻഡ്രോം വർക്ക് പ്ലേസിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണം നമുക്ക് പറയാനായിട്ട് സാധിക്കും. വർക്ക് പ്ലേസിലെ കമ്പാരിസണും കോമ്പറ്റീഷനും വളരെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് അച്ചീവ്മെന്റ് ചെയ്യുവാനും
കുറെ കാര്യങ്ങൾ കമ്പനിക്ക് വേണ്ടി ചെയ്യുവാനും വേണ്ടിയിട്ട് പെർഫെക്ഷനിസം കൂട്ടുവാനൊക്കെ വേണ്ടി കമ്പനി തന്നെ ഉണ്ടാക്കുന്ന ചില ഐഡിയാസും ഐഡിയൽസും ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില ഡെഡ് ലൈൻസും ഇവരെ ഈ വിധത്തിലുള്ള സ്വഭാവത്തിലേക്ക് നയിക്കാനുള്ള കാരണമുണ്ട്. പിന്നീട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് പാരന്റിങ് സ്റ്റൈലാണ്. ഇപ്പോ ഒരു പാരന്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാരന്റിങ് ആണെങ്കിലും പ്രൊട്ടക്റ്റീവ് പാരന്റിങ്ങിലാണെങ്കിലും ഇത് ഇവരെ വളരെയധികം സ്വാധീനിക്കാനായിട്ടുള്ള ഈ കുട്ടികൾ സ്വാധീനിക്കുകയും ആ ഒരു ചിന്ത ഇവരുടെ മനസ്സിൽ കിടക്കുകയും പിന്നീടുള്ള ജോബ് ലൈഫിലേക്ക് വരുമ്പോഴും അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് വളരെയധികം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ പാരന്റ്സിന്റെ മറ്റു കുട്ടികളെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു സെറ്റപ്പ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ഇല്യൂഷൻ കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യും. അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്യണമെന്ന് അവരെ അൺകോൺഷ്യസ്ലി ഇൻജക്ട് ചെയ്ത് കുട്ടികളെ വളർത്തുന്നത് വഴിയൊക്കെ ആയിട്ട് ആളുകൾക്ക് ഇത് വളർത്തിയെടുക്കാനുള്ള സാധ്യത, ഇത് ഇമ്പോസ്റ്റർ സിൻഡ്രോം വളർന്നു വരാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോ എങ്ങനെ നമുക്ക് ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോമിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കും? ഇതൊരു ലൂപ്പാണ്, ഒരു പെർഫെക്ഷനിസ്റ്റ് ലൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ വ്യക്തികൾക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കുക? അപ്പൊ ഇതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കുന്ന ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫായിട്ട് അവനവനെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഉള്ള പെർഫോമൻസിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ വർക്ക് അറ്റ്മോസ്ഫിയർ, രണ്ടാമതുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വർക്ക് അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ കമ്പാരിസണും കോമ്പറ്റീഷനും നടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു പോസിറ്റീവ് വർക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് മാറുക എന്നുള്ളതാണ്. പിന്നീട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പോസിറ്റീവ് ഇൻ ദ സെൻസ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ സൈക്കോളജിക്കൽ ടെക്നിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ CBT അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള ടെക്നിക്കുകൾ വഴി ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കും. കാരണം കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിനെ മാറ്റി മറ്റൊരു ബിലീഫ് സിസ്റ്റത്തിനെ പ്ലേസ് ചെയ്യുന്ന ഒരു കർമ്മമാണ് അവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചില ബയാസിൽ നിന്നുകൊണ്ടാണ്, അതായത് പെർഫെക്ഷനിസം എന്ന് പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കാണണം എന്നുള്ള ഒരു ബയാസ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബിലീഫ് സിസ്റ്റം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പൊ അതിനെ എടുത്തു മാറ്റി അതിൽ ഒരു ഫ്ലെക്സിബിൾ മൈൻഡ് സെറ്റിനെ വളർത്തിയെടുക്കാനായിട്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ വേറെ സ്റ്റേറ്റ്മെന്റുകൾ വഴി വേറെ രീതിയിലുള്ള ഈ വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ ഡോണ്ട് കംപ്ലീറ്റ് ദിസ് വർക്ക് ഓർ വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ എം നോട്ട് ഡൂയിങ് ദിസ് വർക്ക്, സോ ഐ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അങ്ങനെയുള്ള റാഷണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഈ വർക്ക് എന്നിൽ നിന്ന് പൂർണ്ണമായി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എനിക്കിത് വേറൊരു രീതിയിൽ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വഴി ഈ ഇങ്ങനെയുള്ള റാഷണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വഴി ഈ ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു ഇമ്പോസ്റ്റർ ബിലീഫ് സിസ്റ്റത്തെ മാറ്റി നല്ലൊരു ബിലീഫ് സിസ്റ്റത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുവഴിയും വ്യക്തികൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ആഫ്റ്റർ ഓൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ മൈൻഡ് സെറ്റ് നമുക്ക് എല്ലായിടത്തും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇമ്പോസ്റ്റർ സിൻഡ്രോം പോലുള്ള പെർഫെക്ഷനിസ്റ്റ് ടെൻഡൻസികളെ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും അതോടൊപ്പം തന്നെ നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡ് അറ്റ്മോസ്ഫിയർ നമുക്കും വളർത്തിയെടുക്കാനായിട്ടും സാധിക്കും. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.